മേരി മദർ ഓഫ് ജീസസ് എന്ന സിനിമയിൽ കുഞ്ഞുമേരി ദേവാലയത്തിലാണ് വളരുന്നത്. അവിടെ ഏറ്റവും അടുത്ത കൂട്ടെന്ന് പറയുന്നത് അന്ന പ്രവാചകൻ. ഒരു ദിവസം ഇവർ രണ്ടുപേരും മാത്രം ഒരു തുണി ഡൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മേരി അന്നയോട് ചോദിക്കും, അന്നാമേ, കുറേ വർഷങ്ങളായില്ലേ ദേവാലയത്തിൽ കഴിയുന്നത്? അതെ, 46 വർഷമായിട്ട് ഞാൻ ദേവാലയം വിട്ടു പോയിട്ടില്ല. അതൊരു നീണ്ട കാലമല്ലേ? അപ്പോൾ ഒരു ഡൾ ലൈഫല്ലേ ഇവിടെ? ഡൾ, living constantly face to face with God, losing the narrowness of self-interest and being absorbed in the ever-widening interest which God makes known to me. Would you be so lucky, child? നിരന്തരം ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് ജീവിക്കുക, സ്വയം മറന്ന് ദൈവത്തിൻ്റെ താല്പര്യത്തിൽ മുഴുകിയിരിക്കുക, അതൊരു ഭാഗ്യമല്ലേ കുഞ്ഞെ? ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് പ്രൊഫറ്റസ് അന്നയാണ്. വളരെ ചെറിയ വാക്കുകളിൽ ഫുൾ ഹിസ്റ്ററിയാണ് ലൂക്ക അന്നയുടെ നൽകുന്നത്. അന്നയെ പ്രൊഫറ്റസ് എന്നാണ് വിളിക്കുക. അതൊരു റെയർ ടൈറ്റിലാണ്. കാരണം പഴയ നിയമത്തിൽ മിറിയം, ഡെബോറ, ഹുൽദ എന്ന് പറയുന്ന വളരെ കുറച്ച് പേരുകൾ മാത്രമാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ പ്രൊഫറ്റസ് ഉള്ളൂ. ആ റെയർ പൊസിഷനിലേക്കാണ് ലൂക്ക അന്നയെ കൊണ്ട് നിർത്തുക. പിന്നെ അവൾ ആഷർ ട്രൈബിലെ ആളാണെന്ന് പറയുന്നുണ്ട്. ക്രിസ്തുവിന് 722 വർഷം മുമ്പ് സ്കാറ്റർ ചെയ്യപ്പെട്ടൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം അന്നയെക്കുറിച്ച്, അന്നയുടെ വംശത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ ലൂക്ക പറയുന്നത്? ഇസ്രായേലിൻ്റെ ചിതറിക്കപ്പെട്ട ഓപ്സ് തിരിച്ചു വരാണ്. 7 വർഷത്തെ വിവാഹ ജീവിതം മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബ്രീഫ് മാരേജും ഒരു നീണ്ട വിഡോഹുഡുമാണ്. അപ്പോൾ എത്രയും വൾണറബിൾ പൊസിഷനിലാണ് അന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവൾ ദേവാലയം വിട്ടു പോയില്ല എന്ന് പറയുമ്പോൾ ദേവാലയത്തെ വീടാക്കി മാറ്റിയവളാണ്. രാത്രിയും പകലും ഉപവസിച്ചും പ്രാർത്ഥനയും കഴിഞ്ഞെന്ന് പറയുമ്പോൾ ലൈഫ് ലിറ്റർജിയാക്കി മാറ്റിയവളാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് മുന്നിൽ അന്ന ഒരു കുന്നുവെട്ടാണ് നൽകുന്നത്, ഒരു സ്ട്രോങ് വെല്ലുവിളിയും.